ഹലോ എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം. സോ ഗായ്സ്, എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കൂലങ്കഷമായ പഠനത്തിലാണെന്ന് വിചാരിക്കുന്നു. സോ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഇപ്പൊ നടക്കാൻ പോകുന്ന 10th പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഡിസംബറിൽ നമുക്ക് പ്രിലിംസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ രണ്ടര മാസം കഴിഞ്ഞ ശേഷം മെയിൻസ് വരുമെന്ന് വിചാരിക്കുന്നു. സോ ഈ രീതിയിലുള്ള 10th പ്രിലിംസ് ആൻഡ് മെയിൻസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ പേര് കിരൺ. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പുതിയ രീതിയിൽ നമ്മൾ PSC പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പൊ ഇത് മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി, ഈ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം പുതിയ രീതിക്ക് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി അതേപോലെ വേറെ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് നേരത്തെ കടക്കാം. ഓക്കെ, സോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനൽ ഉണ്ട്. ഇത് രണ്ടിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന്റെ PDF, ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം ആ ചാനലിലുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, അത് നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഫൈൻ. സോ എക്സാം പാറ്റേൺ, ഒരു PSC 10th പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് പ്രിലിംസ് 100 മാർക്ക് ആയിരിക്കും. അതിൽ മാത്സ് ആൻഡ് റീസണിങ് 20 മാർക്കുണ്ട്, GK 80 മാർക്ക്. മെയിൻസ് എന്ന് പറയുന്നത് 100 മാർക്കുണ്ട്. അതിൽ GK 70, മാത്സ് ആൻഡ് റീസണിങ് 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് നോർമലി ഒരു എക്സാം പാറ്റേൺ ഉണ്ടാകുന്നത്. ഫൈൻ. ഇതിനു മുമ്പ് 2021 PSC ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒറ്റ എക്സാമേ ഉള്ളൂ. ആ എക്സാമിൽ നോർമലി നമുക്കൊരു 100 മാർക്ക് ഉണ്ടാവും. ഒരു 70, 10, 10 ഈ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു പൊതുവെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ചില പ്രത്യേക എക്സാമിന് 80, 20 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോർമലി ഒരു ഒറ്റ എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് 2 എക്സാം ഉണ്ട്. 2021 സ്റ്റാർട്ട് ചെയ്ത കാരണം ഇപ്പോഴുള്ള എല്ലാവർക്കും ഈ പാറ്റേൺ നല്ല രീതിയിൽ മനസ്സിലാവുന്നതാണ്. ഒരുവിധപ്പെട്ട എല്ലാവരും ഈ രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ട്. പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഈ സ്ട്രാറ്റജിയിൽ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ എക്സാമിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അതായത് പുതിയ രീതിയിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള രീതിയിൽ നമ്മൾ എക്സാമിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. നമ്മുടെ കോമ്പറ്റീഷൻ ആരാണ്, ആരുമായിട്ടാണ് നമ്മൾ മുട്ടേണ്ടത്, ആരുമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്, എത്ര മാർക്ക് നമ്മൾ വേണം എന്നെല്ലാം നമുക്ക് തീരുമാനിക്കുന്നതും കട്ട് ഓഫ് തീരുമാനിക്കുന്നതും എല്ലാം ഈ കോമ്പറ്റീഷനാണ്. അപ്പൊ കോമ്പറ്റീഷൻ നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പുതിയ PSC മോഡലിനനുസരിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു? നോക്കുന്നു. അതിനനുസരിച്ച് സ്മാർട്ട് സ്റ്റഡി നടത്തുന്നത്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സാം അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഓക്കെ, സോ 2 എക്സാം ഉണ്ടെന്ന് മനസ്സിലായി. ഒരു എക്സാമിന്റെ പേരാണ് പ്രിലിംസ്, ഒരു എക്സാമിന്റെ പേരാണ് മെയിൻസ്. പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. നിങ്ങൾ അതിൽ 100 മാർക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ 90 മാർക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ടോ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പ്രിലിംസിൽ എന്ത് ചെയ്യുന്നത് 100-90 മാർക്ക് വാങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് അവാർഡ് കിട്ടുന്നോ അല്ലെങ്കിൽ എന്താ പറയാ മെയിൻസിൽ എക്സ്ട്രാ പോയിന്റ് ഉണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല. പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. ഇതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. എന്ന് വെച്ചാൽ ഈ സമയത്ത് ഈ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ആണ്. ഓക്കെ അല്ല, ഈ സമയത്ത് നിങ്ങൾ ഈ ഡിസംബറിനുള്ള പ്രിലിംസിന് വേണ്ടി മാത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മെയിൻസ് ഔട്ട് ആവും. ഓക്കെ, പിന്നെ നിങ്ങൾ വീണ്ടും തിരിച്ചു വരണം ഗ്രൗണ്ട് സീറോയിലേക്ക്. അതായത് വീണ്ടും എന്ത് ചെയ്യും? അടുത്ത എക്സാമിന്റെ പ്രിലിംസിന് വേണ്ടി നോക്കുക, അങ്ങനെ നോക്കേണ്ടി വരും. ഒരുപാട് സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ്, പ്രിലിംസ് ഞങ്ങൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്, 80+ വാങ്ങാനും 90+ വാങ്ങാനും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ മെയിൻസ് എത്തുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഔട്ട് ആവുന്നു, വീണ്ടും പഠിക്കാൻ വേണ്ടി നോക്കുന്നു. ഇതിനാദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പ്രിലിംസ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് അല്ല. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മെയിൻസ് ആണ്. ഇത് എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അന്ന് നിങ്ങൾ എന്ത് ചെയ്യും? PSCയിൽ ടോപ്പ്. ഫൈൻ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക എന്നത് മാത്രമാണ്. എങ്ങനെയാണ് അത് ക്വാളിഫൈ ചെയ്യേണ്ടത്? ഓക്കെ, ഒരു 2021 അവർ ഈ സിലബസ് മാറ്റിയപ്പോൾ തൊട്ട്
അതിന്റെ പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇപ്പൊ നടക്കാൻ പോകുന്ന എക്സാമിന്റെ സിലബസും സെയിം തന്നെയാണ്. നമ്മൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഒരു ആവറേജ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 55 to 60 ആണ്. സർ, ചില എക്സാമിൽ നമ്മൾ 99, 96 കണ്ടിട്ടുണ്ട്. ഞാൻ നോർമലൈസേഷൻ മാർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു 55, 60 ആ രീതിയിലൊക്കെ എക്സാം ഉണ്ടായിരുന്ന ഏകദേശം എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു പാറ്റേൺസ് എല്ലാം ഉണ്ടായിരുന്നത്. ഓക്കെ, മാത്സ് റീസണിങ്ങിനും നമുക്ക് 20 മാർക്കും, അതില് ഒരു 15 മാർക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ വേണം. ഇനി ബാക്കി 80 മാർക്ക് ഉണ്ട്. ആ 80 മാർക്കിൽ നിന്ന് ഒരു 45 മാർക്ക് നിങ്ങൾ കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്വാളിഫൈ ആയി. ഇനി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 70 മാർക്ക് പിടിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 15 മാർക്ക് മാത്സ്, ഒരു 55 മാർക്ക് ജി കെ. മാത്സും റീസണിങ് കൂടി 15, 55 മാർക്ക് ജി കെ. ഈ രീതിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, 55 to 60 ആണ്, എന്നാലും ഒരു 70, ഈ രീതിയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രിലിംസ് ക്ലിയർ ചെയ്യും. പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്ന ലക്ഷ്യം നമ്മൾ നേടിയെടുത്തു. അത് നേടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതാണ് മെയിൻസ്. ഇവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? സ്കോർ ചെയ്യേണ്ടത്. നിങ്ങൾ വാങ്ങേണ്ട 90, 80+, 85, 95 ഒക്കെ വാങ്ങേണ്ടത് ഈ ഒരു മെയിൻസ് എക്സാമുകളാണ്, പ്രിലിംസിലാണ്. ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പ്രിലിംസിന്റെ കാര്യം മനസ്സിലായി. പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം. ക്വാളിഫയിങ് എക്സാം നമ്മൾ ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എന്താ? മെയിൻസ് ക്വാളിഫൈ ചെയ്യുക. ഓക്കെ, സിലബസിലും വലിയ ചേഞ്ച് ഒന്നുമില്ല. ഒരു പ്രിലിംസിന്റെയും ഒരു മെയിൻസിന്റെയും തമ്മിലുള്ള നോർമൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 മാസം തൊട്ട് 3 മാസമാണ്. ഓക്കെ, ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ മെയിൻസിന്റെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരാളെ കൊണ്ടും പറ്റില്ല. ഓക്കെ, ആ 2.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഞാൻ റിവൈസ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ എല്ലാം ഞാൻ പഠിച്ച് വീണ്ടും എടുക്കും, പുതുതായി പഠിക്കുന്ന ആളെ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ആരാണെങ്കിലും, അതായത് നേരത്തെ ഒരു 2 കൊല്ലമായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി 2-2.5 മാസം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? മെയിൻസിന്റെ എല്ലാ സിലബസും ഞാൻ എന്ത് ചെയ്യും? വീണ്ടും റിവൈസ് ചെയ്ത് വീണ്ടും റീഫ്രഷ് ചെയ്തെടുക്കും. നടക്കൂല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട്, ഏത് സമയം കൊണ്ട്? ഇപ്പോൾ നമുക്കുള്ള സമയം കൊണ്ട്, ഇപ്പൊ നമുക്ക് എക്സാം കലണ്ടർ വരുമല്ലോ. ഓക്കെ, എക്സാം കലണ്ടർ വരുമ്പോൾ നമുക്ക് എന്തറിയാം? എക്സാമിന്റെ ഡേറ്റ് അറിയാം. ആ എക്സാം കലണ്ടർ വരുന്ന വരെയുള്ള സമയത്ത് നിങ്ങൾ രണ്ടിനും കൂടി ചേർന്നിട്ടാണ് പഠിക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെയിൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വലിയ കാര്യത്തിൽ ഇതൊക്കെ പറഞ്ഞു, എന്താണ് പ്രിലിംസ് ആണ്, ക്വാളിഫൈ ചെയ്യണം, ക്വാളിഫയിങ് എക്സാം ആണ്, മെയിൻസ് ആണ് എന്ത്? ജോലി കിട്ടാനുള്ള എക്സാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടല്ലോ, പ്രിലിംസ് ക്വാളിഫൈ ചെയ്താലേ എന്തിലേക്ക് കയറാൻ പറ്റുള്ളൂ? മെയിൻസിലേക്ക് കയറാൻ പറ്റുള്ളൂ. മെയിൻസ് മാത്രം പഠിച്ചിട്ട് പ്രിലിംസ് കയറി കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? അതിനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, ആ പ്ലാനിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കോമ്പറ്റീഷനെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ കോമ്പറ്റീഷൻ ആരാണ്? UPSC ആസ്പിരൻസ് നിങ്ങളുടെ കോമ്പറ്റീഷൻ ആണോ? അല്ല സർ, UPSCക്ക് പഠിക്കുന്ന ആളുകളാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഓക്കെ അല്ലേ? നമ്മുടെ പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റും സ്റ്റേറ്റ്മെന്റും മിക്സ്ഡ് ആയിട്ടുള്ളതും, ഒരുപാട് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വരുന്നതും, ഒരുപാട് എന്താ പറയാ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ഒരു ഭാഗം. സ്റ്റേറ്റ്മെന്റ്സ് വളരെ കൂടുതലുണ്ട് മെയിൻസിൽ, എന്നാലും ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉള്ളതാണ് ആക്ച്വലി. അതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു നല്ല രീതിയിൽ UPSC പഠിക്കുന്ന ഒരാൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയിരിക്കും. UPSC എന്ന് പറയുമ്പോൾ ഒരു റീതിങ്കിങ്, അതായത് തിങ്കിങ് കപ്പാസിറ്റി, അനലൈസിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ് നോക്കുക. സോ UPSC ആസ്പിരൻസ് എക്സാം എഴുതിക്കോട്ടെ, ഓക്കെ അല്ലേ? നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഈ PSC കണ്ടിന്യൂസ് ആയി പഠിച്ചു പോരുന്ന ഒരാൾക്ക് UPSC ആസ്പിരൻസ് ഇവിടെ ഒരു കോമ്പറ്റീഷൻ അല്ല. ഓക്കെ സാർ, SSC ആസ്പിരൻസോ? യെസ്, അവർക്ക് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, പിന്നെ കുറെ ഭാഗങ്ങൾ, ഹിസ്റ്ററിയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ SSCക്ക് പഠിക്കുന്ന ഒരാൾക്ക് ഏൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, എക്കണോമിക്സിന്റെ വേറെ പാർട്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്നത് കുറെ കൂടി ബുദ്ധിമുട്ടായ സിറ്റുവേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് PSCക്കുള്ള എല്ലാ ആസ്പിരൻസും. ആരാണോ PSCയുടെ ഒരു LGS തൊട്ട് ഒരു KS വരെ, സർ KS എക്സാമ്പിൾ നടക്കുന്നില്ല, പോട്ടെ, KS ആണല്ലോ ഒരു PSCയുടെ ഏറ്റവും ഉയർന്ന എക്സാം, അതുവരെ ആരാണോ പഠിക്കുന്നത് അവരെല്ലാവരും നിങ്ങൾ കോമ്പറ്റീഷനാണ്. ബിക്കോസ് ഇവിടെ കോമ്പറ്റീഷൻ ഹയർ ആണ്. എന്ന് വെച്ചാൽ ഒരു LGS ഉള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കും, LGSന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ അല്ല? അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടെൻത്ത് ആണ് ഉദ്ദേശിക്കുന്നത്, 8th അല്ല, അത് 10th ആണ് ഉദ്ദേശിക്കുന്നത്.
ആ രീതിയിലുള്ള ഒരാൾ ഡിഗ്രി ഇല്ലാത്ത ഒരാളെന്ന് വിചാരിക്കും നോർമലി, ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ 8th മാത്രം പാസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാവുമോ? 10th എല്ലാവരും പാസ്സായിരിക്കും, ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഡിഗ്രി ഇല്ലാത്തവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എന്ത്, ഈ എന്താ പറയാ 10th പ്രിലിംസ് ആൻഡ് മെയിൻസ്. അപ്പൊ അത്രയും പേര് ഇതിലോട്ട് ക്വാളിഫൈ ആയിട്ട് വന്നു. നമ്മൾ ഡിഗ്രി എക്സാംസ് നോക്കുകയാണെങ്കിൽ ഓരോ വർഷം കഴിയുന്നതോറും അതിന്റെ പാറ്റേണിൽ മാറ്റം വരുന്നു. ഇപ്പൊ 2024 പഞ്ചായത്ത് സെക്രട്ടറിയിൽ മാറ്റമുണ്ട്, ഇനി വരാൻ പോകുന്ന സെക്രട്ടറിയുടെ അസിസ്റ്റന്റിൽ മാറ്റമുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മെയിൻസ് അനാലിസിസ് നടത്തുമ്പോൾ കുറെ കൂടി ഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നെല്ലാം വിചാരിച്ചിട്ട് നമുക്ക് ഇപ്പോ സേഫ്റ്റി ഒരു 10th പ്രിലിംസ് എഴുതലാണ്, അല്ലെങ്കിൽ ഒരു LDC എഴുതലാണ് എന്ന്, LDC കഴിഞ്ഞു എന്നാലും LDC എഴുതലാണ് എന്നെല്ലാം വിചാരിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ജോലി വേണം, അത് വാങ്ങിയതിനു ശേഷം സമാധാനത്തിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ളത് പഠിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഡിഗ്രി എക്സാമിനെക്കാളും ക്രൗഡ് ഇവിടെ വളരെ കൂടുതലാണ്, ഓക്കെ അല്ലേ? 5 to 9 lakhs ഡിപ്പെൻഡിങ് ഓൺ എക്സാം, ഓക്കെ അല്ലേ? അതിനിടയ്ക്ക് നമുക്ക് എന്തുണ്ട്, ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. Fine. ഇതില് നമ്മുടെ യഥാർത്ഥ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഏകദേശം 1,00,000 ആളാണ്. കൃത്യമായിട്ട് ഈ പുതിയ രീതിയിലൊക്കെ പഠിച്ച് സോഴ്സ് ഒക്കെ കണ്ടെത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് ടോപ്പിക്സ് വരുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള നല്ലൊരു വിഭാഗം ആളുകൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, സോ ഇവർക്കിടയിലുള്ള കോമ്പറ്റീഷൻ ഹൈ ആണ്. അതുകൊണ്ട് 10th എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു വർഷം കഴിയുന്തോറും വലിയ മാറ്റമൊന്നും വരുന്നില്ല, വലിയ കൂടുതലൊന്നുമല്ല, പക്ഷെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്, ഓക്കെ അല്ലേ? ഇപ്പൊ ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു റേഞ്ചിൽ ഉണ്ടാവും, നമുക്ക് മനസ്സിലാവാൻ പറ്റും. പക്ഷെ 10th അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ പേർ പ്രിപ്പയർ ചെയ്യുന്നു, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. സോ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, കോമ്പറ്റീഷൻ ഈസ് ടഫ്. ഈ കോമ്പറ്റീഷൻ ഈസ് ടഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിൽ എത്തണം. ലിസ്റ്റിൽ വരിക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, പല ലിസ്റ്റുകളിൽ എന്റെ പേരുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, അതൊരു നല്ല കാര്യമാണ്, ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഐ കൺഗ്രാറ്റുലേറ്റ് യു. പക്ഷെ ലിസ്റ്റിൽ വന്നതുകൊണ്ട് നമുക്ക് ജോലി കിട്ടുമെന്ന് യാതൊരു നിർബന്ധവും. നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ടോപ്പ് ആവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടോപ്പ് ആവുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് പുതിയ മോഡലിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത് KPSM ആണ്. അതായത് കേരള PSC ന്യൂ സ്റ്റഡി മോഡൽ എന്നാണ് നോർമലി ഇതിന്റെ ഫുൾ ഫോം. ഇപ്പൊ കെയിലും കിരണുള്ളത് കൊണ്ടും എന്റെ പേര് കിരൺ ആയതുകൊണ്ടും ഞാൻ പൊതുവെ ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയത് കൊണ്ടും ഞാൻ ഇതിന്റെ പേര് കിരൺസ് ന്യൂ PSC സ്റ്റഡി മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്, ഓൾഡ് PSC സ്റ്റൈൽ. അതായത് ഓൾഡ് PSC എന്ന് പറഞ്ഞാൽ നമ്മൾ മഗ്ഗിങ് അപ്പ് ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ കാണാപ്പടം പഠിക്കുന്നു, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു. ആക്ച്വലി അതെല്ലാം ചെയ്യുന്നു, ഒരുപാട് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. യെസ്, വർക്കാവും. എവിടെ വർക്കാവും? പ്രിലിംസിൽ. മെയിൻസിൽ വർക്കാവില്ല. ഓക്കെ, സോ സാർ UPSC ലെവലിലൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടാ? ഇല്ല. ഓക്കെ, SSC ആ സാധനങ്ങളൊക്കെ നോക്കി പഠിക്കേണ്ട കാര്യമുണ്ടാ? ഇല്ല. നമുക്കിവിടെ PSC അവരുടേതായ രീതിയിൽ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ 3 ഭാഗമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ടോപ്പിക്സിന്, പ്രിലിംസിന് വരുന്ന ടോപ്പിക്സ്, മെയിൻസിന് വരുന്ന ടോപ്പിക്സ്, പ്രിലിംസ് പ്ലസ് മെയിൻസിന് വരുന്ന ടോപ്പിക്സ് എന്നിങ്ങനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ സാർ, ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാം? സിലബസ് നോക്കുക. PSC കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ PSC വളരെ നന്നായിട്ട് സിലബസ് ഫോളോ ചെയ്യുന്നുണ്ട്. സിലബസിലുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായി ചോദിക്കാൻ വേണ്ടി അവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. സർ, അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ സമ്മതിച്ചു. പെർഫെക്റ്റ് ഒന്നും അല്ല, ഐ അഗ്രി, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്നാലും ഒരു 2021 മുമ്പ് ഉണ്ടായിരുന്ന രീതിയിലുള്ള എക്സാം പാറ്റേൺ അല്ല ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓരോന്നിനും സിലബസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. ആ സിലബസ് ഫോളോ ചെയ്യാൻ PSC നന്നായി ശ്രമിക്കുന്നുള്ളതും എക്സാമിന്റെ ഹാർഡ്നെസ് കൂട്ടാൻ, അത് ടഫ്നെസ്, കഷ്ടം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കിട്ടുന്ന ടോപ്പിക്സിനെ പ്രിലിംസ് മെയിൻസ്, പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ തുടങ്ങി എല്ലാ ടോപ്പിക്കിനും ഡിവൈഡ് ചെയ്യണോ? വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെലക്റ്റീവ് ആയിട്ട് സ്റ്റഡി നടത്തും. കുറച്ച് ടോപ്പിക്സ്, ഇമ്പോർട്ടന്റ് ആയി വരുന്ന കുറച്ച് ടോപ്പിക്സ് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ ഏറ്റവും ടോപ്പ് ആവും. സോ ഏറ്റവും ടോപ്പ് ആവുന്ന പറഞ്ഞത് യെസ്, ഏറ്റവും ടോപ്പ്. ഈ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്.
എല്ലാ കാര്യവും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എക്സാം എഴുതാൻ പോകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സാം എഴുതാൻ നടക്കില്ല. കറക്റ്റ്? അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടത് കൃത്യമായ ടോപ്പിക് സെലക്ട് ചെയ്യുക. ആ ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് തരണം. ആ വന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യണം? ചെയ്യാനും പറ്റണം. അപ്പൊ അതിനെന്താ വേണ്ടത്? അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി. പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് SCERT NCERT തന്നെയാണ്. അതിൽ യാതൊരുവിധ മാറ്റവും. ഓക്കെ. ഇനി ചില പ്രത്യേക ഭാഗങ്ങൾ, ഫോർ എക്സാമ്പിൾ കേരള അഡ്മിനിസ്ട്രേഷൻ, ആക്സ്, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് SCERT NCERT കാണുന്നില്ല. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ അതായത് എല്ലാ ഭാഗവും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കണം. എക്കണോമിക്സ് നോക്കി കുറെ കാര്യങ്ങൾ SCERT NCERT ഉണ്ട്. പക്ഷെ നമ്മുടെ എന്താണ് നീതി ആയോഗ് ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കാണുന്നില്ല? SCERT അതിന്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്തു. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിക് സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത ടോപ്പിക്കിന്റെ സോഴ്സ് കണ്ടുപിടിച്ചു. SCERT NCERT അതിൽ കാണുന്നില്ല. എല്ലാം നമ്മൾ നോക്കി കാണുന്നില്ലെങ്കിൽ നമ്മൾ നോക്കും. എന്ത് നോക്കും? ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റ്. ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും? നോക്കും. അതിലൂടെ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ടോപ്പിക് കിട്ടി. ഇനി ആ ടോപ്പിക്കിന്ന് അതേപോലെ പഠിച്ച കാര്യം എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻ വരണം. അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ടോപ്പിക്കിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രിലിംസ്, മെയിൻസ്, പ്രിലിംസ് പ്ലസ് മെയിൻസ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നാഷണൽ ഫ്ലാഗ് ഉണ്ട്, നാഷണൽ ആന്തം ഉണ്ട്, സോളാർ സിസ്റ്റം ഉണ്ട്, ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രിലിംസ് ലെവലിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നിങ്ങൾ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, 10th അതിൽ ഇന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ റയർ ആണ്. എപ്പോഴോ വന്നിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു, പക്ഷെ വളരെ റയർ ആണ്. ഓക്കെ. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഈ ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് എവിടേക്കുള്ളതാ? പ്രിലിംസിനുള്ളത്. ഇനി നിങ്ങൾ പാർലമെന്ററി സിസ്റ്റം പഠിച്ചു, ജുഡീഷ്യറിയുടെ ഫംഗ്ഷൻ പഠിച്ചു, DPSP പഠിച്ചു, ഇംഗ്ലീഷ് മലയാളമൊക്കെ പഠിച്ചു. ഇത് എന്തിനുള്ളതാ? ഇത് മെയിൻസിനുള്ളത്. മെയിൻസിന് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഈ കാര്യങ്ങൾ കാണുന്നുള്ളൂ. ഇനി മാത്സ് പഠിച്ചു, മൗലിക അവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു, കേരളത്തിലെ ഹെൽത്ത് പ്രോഗ്രാം, അതായത് ആരോഗ്യ പരിപാടികൾ പഠിച്ചു. ഇതൊക്കെ എവിടെയുണ്ട്? പ്രിലിംസിലും വരും, മെയിൻസിലും വരും. ഇപ്പൊ മനസ്സിലായ ടോപ്പിക്കിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാന്നുള്ളത്? എന്ന് വെച്ചാൽ പ്രിലിംസിനും മെയിൻസിനും വരുന്ന കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ മെയിൻസിന്റെ അത്രയും പോർഷൻ എന്താവും? കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി മാത്രം വരുന്ന പോർഷൻ എന്ത് ചെയ്യണം? പഠിക്കണം. സാർ എന്തിനാ എങ്ങനെ പഠിക്കേണ്ടത്? ഞങ്ങൾ ഒരു ടോപ്പിക് പഠിക്കും, ആ ഒരു ടോപ്പിക്കിലൂടെ ഞങ്ങൾ എന്ത് ചെയ്യും? 2 മാർക്ക് 3 മാർക്ക് നേടും. ഇതാണ് പഴയ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഓക്കെ. നിങ്ങൾ ഒരു ടോപ്പിക് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്ക് എന്ന് പറയുന്നത് 1. ഓരോ ടോപ്പിക്കിനും ഓരോ മാർക്ക് എടുത്ത് അവർ തരുന്ന രീതിയാണ് പുതിയ രീതിയിലുള്ളത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഹിസ്റ്ററി, ജോഗ്രഫി, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് അടിപൊളിയായി പഠിച്ചിട്ട് പോവും. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിടും. നടക്കില്ല. ഓക്കെ. നിങ്ങൾ ഹിസ്റ്ററി മൊത്തമായി പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻസിന് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് 5. അതിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഇത് മുഴുവൻ പഠിച്ച് പോയതിനു ശേഷം 5 മാർക്ക് കിട്ടുവാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ 90 മാർക്കിൽ എത്തലാണോ വേണ്ടത്? 90 മാർക്കിൽ എത്തലാണ്. അപ്പൊ ഈ സിലബസിന്റെ എല്ലാ പാർട്ടിലും നിങ്ങൾ എന്ത് ചെയ്യണം? എത്തിയേ പറ്റുള്ളൂ. ഇനി എല്ലാ പാർട്ടും കൂടി പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്ത് പഠിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇതിനു വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ. സർ രാവിലെ ജോഗ്രഫി, ഉച്ചയ്ക്ക് മാത്സ്, ഓക്കെ, വൈകിട്ട് റീസണിങ്, ഓക്കെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? ക്ലാസ് കാണും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒന്നിന്റെ ആവശ്യമില്ല. ഓക്കെ. നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 കാര്യം. ഓക്കെ. ഒന്നാമത്തെ ദിവസം പ്രിലിംസ്, രണ്ടാമത്തെ ദിവസം മെയിൻസ്, മൂന്നാമത്തെ ദിവസം പ്രിലിം പ്ലസ് മെയിൻസ്. നമ്മുടെ കയ്യിൽ ടോപ്പിക് ഉണ്ടല്ലോ? ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു വീക്ക്ലി ടൈം ടേബിൾ നമ്മൾ ഇട്ട് തരും. വീക്ക്ലി ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഇത്രയും ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അതിൽ മാത്സ് ഉണ്ടാവും, അതിൽ ഇംഗ്ലീഷ് ഉണ്ടാവും, അതിൽ എക്കണോമിക്സ് ഉണ്ടാവും, അതിൽ ജോഗ്രഫി ഉണ്ടാവും. എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവും. ഓക്കെ. ഒരു സദ്യയിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റവും ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഐറ്റം എന്ന് പറയുന്നത് അവിയലാണ്. എന്ന് വെച്ചാൽ അതിന് ഇന്ന പച്ചക്കറി വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ എക്സാമും ഒരു അവിയൽ പോലെയാണ്. ഓക്കെ അല്ലെ? ഏതെങ്കിലും ഒരു പച്ചക്കറിയെ ഞാൻ ആദ്യം എടുത്ത് നോക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പച്ചക്കറിയെ വേണ്ടൂ, ക്യാരറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിയൽ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്.
മനസ്സിലായോ? എനിക്ക് ക്യാരറ്റ് ഇല്ല, നോ പ്രോബ്ലം, കുമ്പളങ്ങ യൂസ് ചെയ്യാം. ക്യാരറ്റും കുമ്പളങ്ങയും കാണാനില്ല, ഞാൻ മത്തൻ യൂസ് ചെയ്യും, ഇഷ്ടമുള്ള പോലെ. എന്ന് വെച്ചാൽ എല്ലാം കൂടി കലർത്തി വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു വീക്ക് ഉണ്ട്, അതിൽ തരുന്ന ടോപ്പിക്കിൽ നമ്മൾ ടോപ്പിക്കിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? പ്രിലിംസ്, മെയിൻ ടോപ്പിക്, പ്രിലിംസ് പ്ലസ് മെയിൻസ് ടോപ്പിക്കിന് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ആ പ്രിലിംസ് പ്ലസ് മെയിൻസിൽ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് അതെല്ലാം എന്തായി, ഇൻക്ലൂഡഡ് ആയി. ഡൺ ആണല്ലോ, ഡൺ. അങ്ങനെയാണെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷൻ ഉണ്ടെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ ഒരു ഹോം മേക്കർ, വീട്ടമ്മ ഉണ്ടെന്ന് വിചാരിക്കൂ. ഇപ്പൊ നിങ്ങളുടെ എന്താ പറയാ ടൈം ഫ്രെയിം കറക്റ്റ് ആയില്ലേ? അതായത് എന്ത് നോക്കണം എന്ന് അറിയാതിരിക്കുകയായിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റി, എന്ത് നോക്കണം എന്ന് അറിഞ്ഞില്ലേ? കൃത്യമായിട്ട് 3 ദിവസമല്ലോ ടൈം ടേബിൾ. രാവിലെ 10 to 12, പിന്നെ ഞാൻ കുട്ടി ഉറക്കണം, അതിനുശേഷം ഇങ്ങനെ. അപ്പൊ ഞാൻ എന്ത് പഠിക്കും? ഗൈഡിന്റെ ഈ ഭാഗം എടുത്ത് പഠിക്കണോ, അല്ലെങ്കിൽ തോൽ ഭാഗത്ത് നോക്കണോ എന്നുള്ളതൊക്കെ വിട്ടിട്ട് നമ്മൾ ആ ടോപ്പിക്സ് എന്ത് ചെയ്യുന്നു, വൃത്തിയായി പഠിക്കുന്നു. ഡൺ, ഡൺ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സോഴ്സ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ അല്ലേ? LDC 2024 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നീതി ആയോഗിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ സോഴ്സ് SCRT-യിലും ഇല്ല, NCRT-യിലും ഇല്ല. ഓക്കെ, ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നീതി ആയോഗിന്റെ വെബ്സൈറ്റ് ആണ്. അതിൽ നീതി ആയോഗിന്റെ പരിപാടികളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ബിൽ ഹരിതഗൃഹ വാതക ഉദ്വാനം എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഇതാണ് എന്തിനെ കുറിച്ചുള്ളത്? മെത്തനോൾ എക്കോണമിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മെത്തനോൾ സമ്പദ്ഘടന എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എണ്ണ ഇറക്കുമതി ബിൽ അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കുക എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെ എഴുതിയിട്ടുണ്ടോ? അതെ. ഞാനിതിന്റെ ആൻസർ അല്ല ഡിസ്കസ് ചെയ്യുന്നത്, സോഴ്സ് എവിടെ നിന്നാണ് അവർ എടുക്കുന്നത്. അതായത് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന കാര്യം എന്ത് ചെയ്യുന്നില്ല, അവിടെ കാണുന്നില്ല. പക്ഷെ കൃത്യമായി സോഴ്സ് കണ്ടുപിടിക്കുകയും ആ സോഴ്സിൽ നിങ്ങൾ വായിച്ചു നോക്കുന്ന അതേ കാര്യം അതേപോലെ എക്സാമിന് കാണുന്നുള്ള എക്സാമുള്ള സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ആക്ച്വലി എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. എന്ത് ചെയ്താൽ മതി? ടിക്ക് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി എന്നുള്ള സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയേ. അപ്പോഴല്ലേ നമ്മൾ 90-ലേക്ക് എത്തുക, അപ്പോഴല്ലേ നമ്മൾ കൺഫേം ആയിട്ട് ടോപ്പ് ആവുക, അപ്പോഴല്ലേ നമ്മൾ എന്താ പറയാ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ആക്ച്വലി ശൂന്യ ക്യാമ്പയിൻ. ഓക്കെ, ഈ വാഹനങ്ങളുടെ വിന്യാസം ത്വരിതപ്പെട്ട് ഇതിൽ എന്ത് ചെയ്യുക, വായുയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക. നീതി ആയോഗിന്റെ വെബ്സൈറ്റിലുള്ള ഒരു ഓട്ടോയുടെ ചിത്രമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശൂന്യ ക്യാമ്പയിൻ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതേ കാര്യം എന്ത് ചെയ്യും, അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോഴ്സും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ അല്ലെ? വിദ്യാജ്യോതി എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. ഓക്കെ, ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. ഫൈൻ. കേരള അഡ്മിനിസ്ട്രേഷനുള്ള ഭാഗത്തിലുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, ഇത് സാധാരണഗതിയിൽ നമുക്ക് SCRT NCRT-യിലൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ഉണ്ട്. വിദ്യാജ്യോതി പദ്ധതി സാമൂഹ്യ നീതി വകുപ്പ് മുഖാന്തരം നടത്തിയിരിക്കുന്നു. ഓക്കെ അല്ലെ? ഇതിൽ എന്തുണ്ട്? ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. ഓക്കെ, അതേ കാര്യം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി ഉയർത്തലാണോ, ഭിന്നശേഷിയുള്ള കുട്ടികളെ വിദ്യാഭ്യാസമായി ഉയർച്ചയിലേക്ക് നയിച്ച് കൊണ്ടുവരിക. അതേ ലൈനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അതെ, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈൻ, അതേ ലൈൻ മീൻസ് സോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. PSCയുടെ പുതിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലെ? പുതിയ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് സോഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ചോദിച്ചു, നാളെ വേറെ എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ പോയിട്ട് സോഴ്സ് അപ്ഡേറ്റ് ചെയ്യലാണോ വേണ്ടത്, അതോ എന്ത് വന്നാലും ചോദിക്കുന്ന രീതിയിൽ പ്രിപ്പയർ ആയിരുന്ന് ടോപ്പ് ആവാണോ വേണ്ടത്? നിങ്ങൾ തീരുമാനിക്കുക. മനസ്സിലായോ? ഓക്കെ അല്ലേ? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മല മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ ഉള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ ഇതാ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ എന്ത് കളേഴ്സ്. ഓക്കെ അല്ലേ? പച്ച, മഞ്ഞ, ഓറഞ്ച്, റെഡ്. അത് മാത്രമാണോ ഉള്ളത്? അല്ല. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവര് പച്ച, മഞ്ഞ, എന്ത് ചെയ്തു, ഓറഞ്ച്, വെള്ള എന്നൊക്കെ ചോദിച്ചു. നാളെ വേറെ കാര്യം ചോദിച്ചൂടെ? അതെല്ലാം വന്നതിന് ശേഷം പോയി അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടത്? അല്ല. വരുന്നതിന് മുമ്പ് അത് എവിടെന്നാ വരുന്നുള്ള സോഴ്സ് കണ്ടുപിടിക്കുക. ആ സോഴ്സ് എന്ത് ചെയ്യുക, പഠിക്കുക. മനസ്സിലായോ? അപ്പൊ പോയിന്റ് 1ഉം പോയിന്റ് 2ഉം മനസ്സിലായോ ആക്ച്വലി? ഓക്കെ അല്ലേ? പോയിന്റ് 1 എന്താ? ടോപ്പിക്സിന് പ്രിലിംസ് പ്ലസ് മെയിൻസും ഡിവൈഡ് ചെയ്തു.
ഓക്കെ. പോയിന്റ് 2 എന്താ? അതിന്റെ സോഴ്സ് കണ്ടുപിടിച്ചു. ഒരുവിധപ്പെട്ട എല്ലാത്തിന്റെയും സോഴ്സ് എന്താ? SCERT NCERT തന്നെയാണ്. പക്ഷെ അതിൽ കാണുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോഴ്സ് കണ്ടുപിടിക്കും. എവിടെ നിന്ന് സോഴ്സ് കണ്ടുപിടിക്കുക? ആക്ച്വലി എല്ലാ ബുക്കും പോയി റെഫർ ചെയ്യണോ? അല്ല, അതൊരു ഗവൺമെന്റ് ഡോക്യുമെന്റ് ആയിരിക്കണം. കാരണം അവർക്ക് നമ്മളത് ചലഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ സോഴ്സ് അവർ കണ്ടുപിടിച്ചിട്ട് അവരെന്ത് ചെയ്യണം? ആക്ച്വലി അതെന്നുള്ള കാര്യമാണെന്ന് പറയണ്ടേ? അതിനുവേണ്ടി അവരെന്ത് എന്താ നോക്കുന്നത്? ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റ് നോക്കുന്നത്. ഓക്കെ. എന്നിട്ട് സെലക്ടീവ് സ്റ്റഡി നടത്തും. എന്തിനു വേണ്ടിയിട്ട്? മാക്സിമം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഇതാണ് PSCയുടെ പുതിയ രീതിയിലുള്ള പഠനം എന്ന് പറയുന്നത്. സാർ എന്താ സെലക്ടീവ് സ്റ്റഡി? ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യും? ഓരോ ആഴ്ചക്കുള്ള ടോപ്പിക്സ് ആയിട്ട് നമ്മൾ എഴുതും. അതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഇടും. ആ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക. ഓക്കെ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം ക്വസ്റ്റ്യൻസ് സ്ട്രൈക്ക് ചെയ്യും. മെയിൻസിന്റെ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിക്കണം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? ആ ടൈം ടേബിളിൽ, വീക്ക്ലി ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യും. വീക്ക്ലി ടൈം ടേബിൾ നിങ്ങൾക്ക് എങ്ങനെയാ? ആദ്യ ദിവസം പ്രിലിംസ്, രണ്ടാം ദിവസം മെയിൻസ്, മൂന്നാം ദിവസം ഫിലിംസ് ആൻഡ് മെയിൻസ്. കഴിഞ്ഞില്ലേ? 3 കാര്യം ഉണ്ടല്ലോ. ആ ടോപ്പിക്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിച്ചിട്ട് പോകുന്നു. ഓരോ സമയം കഴിയുന്തോറും കോൺഫിഡൻസ് എന്ത് ചെയ്യും? കൂടി വരും. കാരണം ഇത്രയും ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? തീർന്നിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് നമ്മൾ PYQ റിവിഷൻ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്ത് ഫീൽ ചെയ്യും? ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇത്രയും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യും. അപ്പോൾ കോൺഫിഡൻസ് ഇൻക്രീസ് ആവും. ആ കോൺഫിഡൻസും കൊണ്ട് എക്സാം ഹോളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ പൊളിക്കാൻ, ഓക്കെ അല്ലേ? നിങ്ങളെ പിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ PSCയുടെ എത്ര ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്യാൻസൽ ചെയ്തോട്ടെ, എങ്ങനെ വേണമെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ഇട്ടോട്ടെ, ഓക്കെ അല്ലേ? ഇനി 10th പ്രിലിംസിന്റെ മൊത്തം സിറ്റുവേഷൻ അവർ മാറ്റിക്കോട്ടെ, മെയിൻസിൽ അവർ ആർക്കും തൊടാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ഇട്ടോട്ടെ, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. നമുക്ക് സോഴ്സ് അറിയാം, നമുക്ക് എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയാം, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ടത് അറിയാം. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരാൾക്കും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഞാൻ വീണ്ടും പറയുന്നു, അവര് ക്വസ്റ്റ്യൻ ടഫാക്കി എന്ന് പറഞ്ഞിട്ട് അടുത്ത എക്സാമിന്, അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ അല്ലേ? ഈ കാവിലെ പാട്ട് മത്സരത്തിന് നമ്മൾ എന്ത് ചെയ്യണം? വിജയിക്കണം. കിട്ടിയോ? ടോപ്പ് ആവലാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഒരു PSC ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, PSC എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 സാധനങ്ങളാണ് വേണ്ടത്. ഒന്നാമത്തെ, ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്ക് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതൊരു സത്യമായ കാര്യമാണ്. ഓക്കെ. 2, സ്മാർട്ട് വർക്ക്. അതിന് വേണ്ടിയിട്ടാണ് കിരണിന്റെ ന്യൂ PSC സ്റ്റഡി മെത്തേഡ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. മൂന്നാമത്തെ കാര്യമാണ് ലക്ക്. ഒരു 3 സ്റ്റേജിലോ 2 സ്റ്റേജിലോ ഒക്കെ അല്ലേ, 4 സ്റ്റേജിലോ ഒക്കെ ആണല്ലോ എക്സാംസ് വരുന്നത്. ഓക്കെ. ഈ പ്രിലിംസിന്റെ ഒക്കെ അല്ലെങ്കിൽ വിവിധ എക്സാംസ് ഒക്കെ വരുന്നത്. അതില് എല്ലാ സ്റ്റേജും ഒരേപോലെയാണോ? എഴുതിയ ആളുകൾക്ക് അറിയാം. ഓക്കെ അല്ലെ? ആദ്യമായിട്ടാണ് ഞാൻ PSCക്ക് ആദ്യമാണ് സാർ, എനിക്കൊന്നും അറിയില്ല എങ്കിൽ കേൾക്കുക. എല്ലാ സ്റ്റേജും എന്തായിരിക്കില്ല? ഒരേ ലെവലിലായിരിക്കില്ല. ചില സ്റ്റേജ് നല്ല ടഫ്, ചില സ്റ്റേജ് എന്താണ്? വളരെ എളുപ്പം. അതുകൊണ്ടാണല്ലോ നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരേണ്ട കാര്യമുള്ളൂ. ഓക്കെ. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ടഫ് സ്റ്റേജിൽ പെട്ടാലും അപ്പൊ സിറ്റുവേഷൻ മാറിയില്ലേ? പക്ഷെ അങ്ങനെ പെട്ടാലും നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ഓഫ് ക്ലിയർ ആണുള്ള കാരണം നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഓക്കെ. അല്ലെങ്കിൽ PSC മെയിൻസ് എക്സാം നല്ല ടഫാക്കി ആ സമയത്ത് ജോബ് കിട്ടാനുള്ള സംവിധാനം എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുണ്ടാവും. അതിനു വേണ്ടിയിട്ട് 1ഉം 2ഉം നിങ്ങൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. 1 ഹാർഡ് വർക്ക്, 2 സ്മാർട്ട് വർക്ക്. ഇനി നിങ്ങൾ കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യുമെന്ന് വിചാരിക്കും. ആ ആൻസർ PSC ക്യാൻസൽ ചെയ്താലോ? പോയാ മാർക്ക് പോയില്ലേ? ഓക്കെ ആണല്ലോ? സോ ലക്ക് ഒരു അടിസ്ഥാന ഘടകമാണ്. എപ്പോഴാണോ PSC എല്ലാ ലെവൽ എക്സാംസും ഒരേ മെത്തേഡിലാക്കുന്നത്, ഒരേ മോഡിലാക്കുന്നത്, പ്രോപ്പർ ആയിട്ട് ആൻസറിന്റെ, ശരിയായ ആൻസറിന്റെ ക്യാൻസലേഷൻ ഇല്ലാതെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാതെ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ ശരിയായ രീതിയിലൊക്കെ ഇടുന്ന രീതിയിലൊക്കെ എല്ലാ പേപ്പറും പക്കയാക്കുന്നത്, അന്ന് ഞാൻ ലക്ക് മാറ്റാം. ഇപ്പൊ നമുക്ക് എന്തുണ്ട്? ലക്ക് ഉണ്ട്, ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് ആൻഡ് ലക്ക്. ഓക്കെ. അതിൽ ഹാർഡ് വർക്ക് എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യും. എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു തരും. അതിനുവേണ്ടി എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യും? നമ്മൾ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് ഒരു 10th പ്രിലിംസ് ആൻഡ് മെയിൻസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചാനലിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ വേണ്ടി പോകുന്നത്? 1, വീക്ക്ലി സ്റ്റഡി പ്ലാൻ. അത് നിങ്ങൾക്ക് ഓൾറെഡി ഒന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്ത് ചെയ്യും? വരും. ഓക്കെ. ആ സ്റ്റഡി പ്ലാനും അനുസരിച്ചുള്ള കംപ്ലീറ്റ് ടോപ്പിക്സ് ഡിസ്കഷൻ ഇൻക്ലൂഡിങ് PYQ മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ അല്ലേ? കറണ്ട് അഫയർ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആ പോർഷൻ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? എന്നിട്ട്
ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമ്മൾ ടെസ്റ്റ് ഇടും. ഓക്കെ, ഓരോ സബ്ജക്ട് വൈസ് നമ്മൾ എന്ത് ചെയ്യും, സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യും, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ക്ലിയർ? ഇതെല്ലാം ഇംഗ്ലീഷിലാണ്, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ? കുറെ പേർക്ക് ഇംഗ്ലീഷ് ഓക്കെ ആയിരിക്കും, പക്ഷെ നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യും, മലയാളത്തിൽ പോകാനായിരിക്കും. സോ മലയാളത്തിൽ നോട്ട്സ് ഉണ്ട്, ഡോൺ വരി ആകും. ക്ലിയർ? സോ ഇതാണ് 10th പ്രിലിംസ് ആൻഡ് മെയിൻ സ്ട്രാറ്റജിയെ കുറിച്ച് എനിക്ക് പറയാം. ഓക്കെ, സോ ഈ പുതിയ രീതിയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. സോ എല്ലാവർക്കും ഈ ഒരു സ്ട്രാറ്റജി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ പുതിയ രീതിയിൽ ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഗുണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഈ സ്ട്രാറ്റജി എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറൊരാൾക്കും ഹെൽപ്പ് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ഈ PDF ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ടെലഗ്രാമിൽ കിരൺ സ്റ്റഡി സർക്കിൾ സെർച്ച് ചെയ്യുക, ചാനൽ കിരൺ സ്റ്റഡി സർക്കിൾ 123 സെർച്ച് ചെയ്യും. ഓക്കെ, സോ എല്ലാവർക്കും ഈ വീഡിയോ കൊണ്ട് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ നമുക്ക് എന്ത് ചെയ്യാം. സോ എല്ലാവർക്കും ബൈ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാംസ്.